കേരളത്തിന്റെ ഊർജ്ജ സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇന്ന് 50-ാം പിറന്നാളിന്റെ നിറവിൽ. 1976 ഫെബ്രുവരി 12-ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന് സമർപ്പിച്ച ഈ മഹാ അത്ഭുതം ഇന്നും ഏഷ്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയമായി നിലകൊള്ളുന്നു. സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോഴും വിപുലീകരണ പദ്ധതികൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇടുക്കി. ഇടുക്കിയുടെ മണ്ണിൽ കുറവൻകുറത്തി മലകൾക്കിടയിൽ മനുഷ്യൻ തീർത്ത വിസ്മയത്തിന് ഇന്ന് 50 വയസ്സ് പൂർത്തിയായി. കേരളത്തിന്റെ വൈദ്യുത ആവശ്യങ്ങളുടെ നട്ടെല്ലായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി 1976 ഫെബ്രുവരി 12-നാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തിന് സമർപ്പിച്ചത്. ഈ മഹാപ്രസ്ഥാനത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് 1932-ലാണ്. മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന W.J. ജോണിന് നായാട്ടിനിടെ ഊരാളി ഗോത്രത്തലവൻ കരുവെള്ളയാൻ കൊലുമ്പനാണ് ഈ മലയിടുക്കുകൾ കാണിച്ചു കൊടുക്കുന്നത്. പിന്നീട് ഇറ്റാലിയൻ എഞ്ചിനീയർമാരുടെ പഠന റിപ്പോർട്ടുകളും P. ജോസഫ് എന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ശുപാർശകളും പദ്ധതിക്ക് കരുത്തേകി. ഒടുവിൽ 1967-ൽ കാനഡയുടെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെ നിർമ്മാണം ആരംഭിച്ചു. അന്നത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. പെരിയാറിന് കുറുകെയുള്ള ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്ന പെരുമ ഇടുക്കിക്കുണ്ട്. ഷട്ടറുകളില്ലാത്ത ഈ ആർച്ച് ഡാമിനൊപ്പം ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകളും ചേരുന്നതാണ് പദ്ധതി. ഭൂകമ്പങ്ങളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഇതിന്റെ നിർമ്മാണ ശൈലി. നാടുകാണി മലയ്ക്ക് 750 മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന മൂലമറ്റം പവർ ഹൌസാണ് ഈ പദ്ധതിയുടെ ഹൃദയം. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയമാണിത്. എന്നാൽ സുവർണ ജൂബിലി വർഷത്തിൽ നിൽക്കുമ്പോഴും ഇടുക്കി എക്സ്റ്റൻഷൻ പദ്ധതി ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിലുള്ള 780 മെഗാവാട്ടിനൊപ്പം 800 മെഗാവാട്ട് കൂടി അധികമായി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. 2026-ൽ കമ്മീഷൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും 12ഓളം അനുമതികൾ ഇനിയും ലഭിക്കാനുണ്ട്. വിപുലീകരണ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഇടുക്കിയുടെ ആകശേഷി 1580 മെഗാവാട്ടായി ഉയരും. സാങ്കേതിക തികവിന്റെ 50 വർഷങ്ങൾ പിന്നിടുമ്പോഴും വരും തലമുറയുടെ ഊർജ്ജ സ്വപ്നങ്ങൾക്ക് ഇടുക്കി ഇന്നും വെളിച്ചമേകുന്നു. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.